അപ്പോൾ ലണ്ടൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് NMC റീവാലിഡേഷനെ കുറിച്ചാണ്, അതായത് പിൻ റീവാലിഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പിൻ നമുക്ക് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇയറിലും നമ്മളത് റിന്യൂവൽ ചെയ്യാറുണ്ട്. പക്ഷേ റീവാലിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എവറി 3 ഇയറിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. എവറി ഇയറിൽ നമ്മൾ അതിനൊരു ഫീസ് കൊടുത്തതിന് ശേഷം, അതായത് 120 പൗണ്ട് ഫീസ് കൊടുത്തതിന് ശേഷം നമ്മളത് റിന്യൂ ചെയ്യാറുണ്ട്. ബട്ട് എവറി 3 ഇയർ കൂടുമ്പോഴാണ് നമ്മൾ റീവാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീവാലിഡേഷന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് നമുക്കൊരു 5 to 6 മന്ത് പ്രയർ തൊട്ടേ NMCയുടെ ഇമെയിൽസ് വന്ന് തുടങ്ങും. നമ്മുടെ പിൻ വാലിഡേഷൻ ചെയ്യാറായിട്ടുണ്ട്, പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് വരും എന്നുള്ളത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഫെബ്രുവരി മാർച്ച് ആയപ്പോൾ തൊട്ട് മെയിൽ വന്നു. കാരണം എനിക്ക് ജൂലൈയിലായിരുന്നു റിന്യൂവൽ ഉള്ളത്, റീവാലിഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഫെബ്രുവരി മാർച്ച് തൊട്ടൊക്കെ മെയിൽ വരാൻ തുടങ്ങി NMCയുടേത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏപ്രിൽ ഒരു എമർജൻസി ആയിട്ട് നാട്ടിൽ പോയി എന്ന് പറഞ്ഞില്ല. അന്നേരം എനിക്ക് ആ ടൈമിലാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. കാരണം നേരത്തെ ഒരു 2 മാസം മുമ്പേ നമുക്കിതെല്ലാം ഡോക്യുമെന്റേഷൻ ചെയ്തു വെക്കാൻ പറ്റും. അപ്പം ഞാൻ അന്നേരം എല്ലാം ചെയ്യാനിരുന്നപ്പോഴാണ് നാട്ടിൽ പോകേണ്ടി വന്നത്. നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ആകെ ഒരു ടെൻഷൻ ഇതായിരുന്നു, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്, റിവാലിഡേഷൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ മെത്തേഡ്സ് എങ്ങനെയാണെന്നൊക്കെ എൻ്റെ കുറച്ച് കൊളീഗ്സിനോടൊക്കെ ഞാൻ അത് ചെക്ക് ചെയ്തു. അപ്പോൾ അവരൊക്കെ അതായത് ഇതിനു വേണ്ടി ചെയ്ത് ഡോക്യുമെന്റേഷൻ കുറച്ചൊക്കെ നമുക്ക് അയച്ചു തന്ന് ഷെയർ ചെയ്ത് തന്നപ്പം ഒരു ഐഡിയ കിട്ടി, ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ NMCയുടെ വെബ്സൈറ്റിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് റിവാലിഡേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ്, അത് ഓൾറെഡി ഫിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൻ്റെ ഒരു സാമ്പിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് അവർ കുറേ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ടഫായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് ഈ ഡോക്യുമെന്റേഷൻ എല്ലാം കണ്ടപ്പോഴും പിന്നെ NMCയുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്തപ്പോഴൊക്കെ മനസ്സിലായി. ഞാൻ ആദ്യമേ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഈ ഓരോരോ ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ ചെയ്തത് വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തു. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാം മാനുവലായിട്ട്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ തന്നെ, അതായത് നമുക്ക് ഈ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് ടൈപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പം ഞാൻ എനിക്ക് ഈസി ആയിട്ടുള്ള പരിപാടി ടൈപ്പിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്തു. അപ്പോൾ ഞാൻ ഓരോരോ പേജസ് പറ്റുന്ന ഫ്രീ ടൈമിലെല്ലാം ഇങ്ങനെ പതുക്കെ അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് എത്തിയതിന് ശേഷം ഞാൻ ചെയ്ത ഓരോ പേജസ് വൈത് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പം മെയിൽസ് വന്നു തുടങ്ങി, ഇപ്പോൾ 6 months 4 months ഒക്കെ ടൈം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ലോയിൽ ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഒരുപാട് ടെൻഷൻ അടിച്ച് പെട്ടെന്ന് സഡനായിട്ടൊന്നും ഹരിബറിയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും നമ്മളൊരു ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതിരിക്കുക. നമുക്ക് ഇനഫ് ടൈം ഉണ്ട് നമുക്ക് ഈ ഡോക്യുമെന്റേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ഡോക്യുമെന്റേഷൻ ആണ് വേണ്ടതെന്നും എങ്ങനെയാണ് ഇത് ലോഗിൻ ചെയ്ത് എടുക്കേണ്ടതെന്നൊക്കെ നോക്കാം. ആദ്യം നമുക്ക് www.nmc.revalidation ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് റിവാലിഡേഷന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് വരും. പിന്നെ എങ്ങനെയാണ് റിവാലിഡേറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെയും അതിൻ്റെ റിസോഴ്സസിനെ കുറിച്ചും അതിൻ്റെ ടെംപ്ലേറ്റ്സിനെയൊക്കെ കുറിച്ചുള്ള ഒരു സൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം യുവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ വരുമ്പോഴത്തേക്കും സബ്മിറ്റ് യുവർ റിവാലിഡേഷൻ ആപ്ലിക്കേഷൻ എന്ന് വരും. അപ്പോൾ അതും ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ്സിൻ്റെ ഫോം കാണാം. ഡൗൺലോഡ് റിസോഴ്സസ് ആൻഡ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് അതിപ്പോൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഫോംസ് ആൻഡ് ടെംപ്ലേറ്റ്സ് എന്ന് വരും. ഫോംസ് ആൻഡ് ടെംപ്ലേറ്റ്സിൽ അതായത് ഓരോന്നുണ്ട്, പ്രാക്ടീസ് അവേഴ്സിൻ്റേതും CPDയുടേതും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ സാമ്പിൾസും ഉണ്ട്. അപ്പോൾ ഈ സാമ്പിൾസ് ആയിട്ടുള്ളതാണ്, നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ. പിന്നെ ഒരെണ്ണം ഫീഡ്ബാക്ക് ലോഗിൻ്റെയാണ്, പിന്നെ ഉള്ളത് റിഫ്ലക്ഷൻ്റെ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നമുക്ക് റിവാലിഡേഷൻ്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട് എത്ര സാമ്പിൾസ് വീതമാണ് നമ്മളിതെല്ലാം വെക്കേണ്ടതെന്നുള്ളത്, എത്ര മണിക്കൂറാണ് നമ്മൾ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടത്, പിന്നെ എത്ര ഫീഡ്ബാക്സും എത്ര റിഫ്ലക്ഷനും നമ്മൾ കളക്ട് ചെയ്തിരിക്കണം, ഇതെല്ലാം നമുക്ക് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ പേജ് ഓരോ കോളം നമുക്ക് ആഡ് ചെയ്ത് അത് എൻറ്റർ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം. ട്രെയിനിങ് അവേഴ്സ് ആണെന്നുണ്ടെങ്കിലും 35 hours ആണ് ഫേസ് ടു ഫേസ് തന്നെ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു ഫസ്റ്റ് 3 years നമുക്ക് അതിൽ കൂടുതൽ അവേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് മെൻഷൻ ചെയ്യാവുന്നതാണ് അതിനകത്ത് തന്നെ.
പിന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ടെംപ്ലേറ്റ്സും നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് NMCക്ക് അയച്ചു കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പിന്നീട് എൻ്റെ ലൈൻ മാനേജറാണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇത് അവരുടെ റെഫറൻസിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം അവരത് വെരിഫൈ ചെയ്യും ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത്. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് അവർ സാറ്റിസ്ഫാക്ടറി ആകുമ്പോൾ അവരുടെ പിൻ നമ്പർ വെച്ചിട്ട് നമ്മൾ NMCയുടെ വെബ്സൈറ്റിൽ ഇത് ലോഗിൻ ചെയ്ത് അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് പിൻ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് ഇവിടെ ഫോളോ ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെംപ്ലേറ്റ്സിനെ നമ്മളിത് ഒരു സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ റാൻഡമായിട്ട് NMC ഇങ്ങനെ ക്വയറി ചോദിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്തു, നമ്മുടെ ലൈൻ മാനേജറിന് സബ്മിറ്റ് ചെയ്തു, ലൈൻ മാനേജർ നമുക്കത് പിൻ വെരിഫൈ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനും സൈൻ ചെയ്തു, എല്ലാം ചെയ്തതിന് ശേഷം NMCക്ക് ഇങ്ങനെ വെരിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ NMC ചിലപ്പോൾ ചോദിക്കും എത്ര ഒരു ഇതിൻ്റെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിൻ്റെ ഡീറ്റെയിൽസോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ്റെ ഡീറ്റെയിൽസോ ഷെയർ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പ്രൂഫ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അത് വളരെ റാൻഡമായിട്ടും അത് ഇത്ര പെർസെൻറ്റേജ് മാത്രമേ ഇതിന് ചാൻസ് ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് ജെനുവിനായിട്ടുള്ളത് മാത്രം നമ്മൾ വെക്കാൻ നോക്കുക. അപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഓരോ ക്രൈറ്റീരിയകളും, അതായത് നമ്മൾ ഫീഡ്ബാക്സ് ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മോസ്റ്റ്ലി പേഷ്യൻസ് കൊടുക്കുന്നത് നമ്മുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തായിരിക്കും. അതായത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഹോൾ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ ആയിരിക്കും മിക്കവാറും കിട്ടാറുള്ളത്. ബട്ട് വെർബലി നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടായിരിക്കും. ബട്ട് ചിലരൊക്കെയാണ് അത് എഴുതി തരുന്നതും അല്ലെങ്കിൽ ഒരു മെയിലായിട്ട് അയക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് 1-2 അങ്ങനെ വെക്കാം. ഹോളായിട്ട് വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഹോൾ സ്റ്റാഫിന് വേണ്ടി വിട്ടതാണെങ്കിലും അതിൽ നമുക്ക് അത് ഒരെണ്ണം എടുക്കാവുന്നതാണ്. അതല്ലാതെ നമുക്ക് ഈ ഒരു സമയത്ത്, അതായത് ഈ NMCയുടെ റിവാലിഡേഷൻ ചെയ്യുന്ന ടൈം ആകാറാകുമ്പോൾ ഇൻകേസ് നിങ്ങൾക്ക് ഫീഡ്ബാക്സ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിനോട് നമുക്ക് ചോദിക്കാവുന്നതാണ്, ഇതൊരു നമുക്കൊരു റിട്ടേൺ ആയിട്ട് നമുക്ക് തരാമോ, ഒരു ഫീഡ്ബാക്ക് ഫോമിൽ തരാമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ മാനേജേഴ്സോ നമ്മുടെ സീനിയർ കൊളീഗ്സോ ഈവൻ HCAകളിലാണെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് തരുന്ന അപ്രീസിയേഷൻസ് നമുക്കതെല്ലാം അവരോട് ഹാൻഡ് റിട്ടേൺ ആയിട്ട് തരാമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെയിലായിട്ട് സെൻഡ് ചെയ്യാമോ എന്നുള്ളത് നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ചില കേസുകളിൽ ഈ വക നമുക്ക് ചില കേസുകളിൽ നമുക്ക് ഈ വെർബലായിട്ട് കിട്ടുന്ന അപ്രീസിയേഷൻസ് നമ്മൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മോസ്റ്റ്ലി എൻ്റെ ലൈൻ മാനേജർ ആകുമ്പോൾ അവർക്കും കൂടുതലും വെർബൽ ഫീഡ്ബാക്കിനേക്കാളും കൂടുതലും റിട്ടേൺ ആയിട്ടുള്ള പ്രൂഫുള്ള ഫീഡ്ബാക്സ് ആയിരുന്നു അവർക്ക് സാറ്റിസ്ഫാക്ടറി. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം അവർക്ക് നാളെ ഒരു ക്വയറി വരുമ്പം അവർ ആൻസർ ചെയ്യേണ്ടതായതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു രീതിയിൽ വെർബലല്ല വേണ്ടത്, റിട്ടേൺ തന്നെ മാക്സിമം പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ വെർബൽ ആണെങ്കിലും 1-2 അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഡീറ്റെയിൽസ്. കാരണം നമ്മൾ ആദ്യം ഇതൊന്നും ചെക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഏതൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ഓക്കെ ഇതെല്ലാം ഡേറ്റിൽ ഈ ഡേറ്റിൽ ഏത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എന്നൊക്കെയുള്ള നമുക്ക് ചിലപ്പോൾ ഒരു ഡീറ്റെയിൽസ് കാണുകയില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ടൈമുകളിൽ ഈ ഒരു 2-3 മന്ത്സ് ടൈമിൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം എടുത്തു വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ എംപ്ലോയി ഓൺലൈനിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഡ്യൂട്ടി റോസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാം, അതൊരു ട്രെയിനിങ് ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് മെയിലും വന്നിട്ടുണ്ടായിരിക്കും ഏത് ട്രെയിനിങ് ആണ് നമ്മുടെ ആ ഡേറ്റിൽ ബുക്ക് ആയിരിക്കുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നമുക്കൊരു ബുക്കിൽ അത് റഫായിട്ട് ചാർട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇത് ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ റിഫ്ലക്ഷൻസ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പം നമുക്കൊരു ഡ്രഗ് എറർ ഉണ്ടായി, നമ്മളിത് എങ്ങനെ റിഫ്ലക്ഷനിൽ മെൻഷൻ ചെയ്യണോ വേണ്ടിയോ, അത് NMCയുടെ റിവാലിഡേഷൻ ടൈമിൽ എന്തിനാ അത് വെക്കണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് തീർച്ചയായിട്ടും നമുക്ക് വെക്കാവുന്നതാണ്. ബിക്കോസ് നമ്മൾ 24/7 ഒരു കെയർ കൊടുക്കുന്ന ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഹ്യൂമൻ എറർ പോസിബിൾ ആണ്. അപ്പം നമ്മളതൊരു ഡ്രഗ് എറർ മെൻഷൻ ചെയ്തു എന്നും പറഞ്ഞിട്ട് നമുക്കതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ബട്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മൾ എന്ത് ലേൺ ചെയ്തു എന്നുള്ളതും അതിന് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഒരു പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു റിഫ്ലക്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ റിഫ്ലക്ഷൻ എഴുതുമ്പോൾ പലതും എഴുതാം. അതായത് ചില ട്രെയിനിങ് നീഡ്സിനെ കുറിച്ച് നമുക്ക് എപ്പോഴാണ് തോന്നിയത്, ചില സമയങ്ങളിൽ നമുക്ക് ട്രെയിനിങ് വേണം തന്നെ നമുക്ക് തന്നെ തോന്നാറുണ്ട്. കാരണം ചില സ്കിൽസ് നമുക്ക് ലാക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ എനിക്കത് ബെറ്ററായിട്ട് അത് നേടിയെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ റിഫ്ലക്ഷനിൽ വെക്കാവുന്നതാണ്. പിന്നെ റിഫ്ലക്ഷൻ ഡിസ്കഷൻ ഫോം അത് ഫിൽ ചെയ്യുന്നത് നമ്മുടെ ലൈൻ മാനേജറോ അല്ലെങ്കിൽ സീനിയർ കൊളീഗ് ആരാണോ നമ്മുടെ റിവാലിഡേഷന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യുന്നത് അവരായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഡോക്യുമെന്റേഷൻ. പിന്നെ നിങ്ങൾ വാർഡ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാർഡോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റോ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാവുന്നതാണ് ഒരു ഫോമിലേക്ക്.
പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ട്രെയിനിങ്ങിൻ്റെതും. ഈ ട്രെയിനിങ്ങിൻ്റെ തന്നെ ആദ്യം നമുക്കൊരു 3 വർഷത്തേതാകുമ്പോഴത്തേക്കും നമുക്ക് പലതും ഫേസ് ടു ഫേസ് തന്നെ അവർ മാക്സിമം അവേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെങ്കിലും നമ്മൾ ഫസ്റ്റ് 3 ഇയേഴ്സ് നമുക്ക് ഇഷ്ടംപോലെ ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങുകൾ കാണും. അപ്പോൾ മാക്സിമം ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങുകൾ വെക്കാൻ നോക്കുക. അപ്പോൾ ഇതൊരു റിഫ്ലക്റ്റീവ് അക്കൗണ്ട്സിൻ്റെ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഫോമാണിത്. സോ റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ ഫോമും കൺഫർമേഷൻ ഫോമും നമ്മുടെ ലൈൻ മാനേജറോ അല്ലെങ്കിൽ ബാൻഡ് 7 ലെവലിലുള്ളതോ ബാൻഡ് 6 ലെവലിലോ ഉള്ള സ്റ്റാഫ് നമ്മുടെ കൺഫർമേഷൻ ഡിസ്കസ് ചെയ്യുന്ന ആരാണോ അവരാണ് വെരിഫൈ ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്ന ആരാണോ അവരുടെ പിൻ നമ്പർ വെച്ചിട്ടാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് നോക്കിയാണ് NMCയുടെ പോർട്ടലിലെല്ലാം ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ NMCയുടെ റിവാലിഡേഷൻ്റെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഡയറക്റ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തതിന് ശേഷം 2 പ്രാവശ്യമായിട്ടാണ് എൻ്റെ വെരിഫൈ ചെയ്തത്. അപ്പോൾ അത് വെരിഫൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന് പോർട്ടൽ ഓപ്പൺ ചെയ്ത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും എല്ലാം എൻട്രി ചെയ്തു. അപ്പോൾ അത് ഞാനിപ്പോൾ വെയിറ്റിംഗ് ആണ്. കാരണം എനിക്ക് ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് എനിക്ക് അതിൻ്റെ മണി ഡിഡക്റ്റ് ആവുന്നത്, അതിൻ്റെ ഫീസ് ഡിഡക്റ്റ് ആവുന്നത്. അപ്പോൾ അന്നേരമാണത് പിന്നെ അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ അത് കാരണം നമ്മളത് കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് വീഡിയോ എടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. സോ ടെംപ്ലേറ്റ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് NMC ഓൺലൈനിലേക്ക് പോകാം. അവിടെ ID പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ ഡ്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ സ്റ്റാറ്റസിൽ കാണിക്കും. ഇപ്പോൾ എൻ്റേത് വെച്ച് ഞാൻ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കാണിക്കുന്നത് പേയ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങും ആപ്ലിക്കേഷൻ റിസീവ്ഡ് എന്നുമാണ്. നോർമലി അവിടെ ആപ്ലിക്കേഷൻ പെൻഡിങ് എന്ന് കാണിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും പോർട്ടലിൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചിലതിനകത്ത് ഉള്ള ചില ഓപ്ഷൻസുകൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവാറുണ്ട്. ബട്ട് ഈസിയാണ് അതെല്ലാം ചെയ്യാൻ. എങ്കിലും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക എന്നുള്ളത് നന്നായിരിക്കും. പിന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഉടനെ അത് പിൻ വെരിഫൈഡ് ആയിട്ട് പിന്നെ റിവാലിഡേറ്റ് ആവത്തില്ല. നമ്മുടെ ഫീസ് ഡിഡക്റ്റ് ആയതിനു ശേഷമാണ് നമുക്ക് റിവാലിഡേറ്റ് ആവുന്നത്. സോ അത് ചിലപ്പോൾ നിങ്ങളുടെ റിവാലിഡേഷൻ, അതായത് പിന്നെ കിട്ടിയതിൻ്റെ മന്തിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ റിവാലിഡേഷൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിനിപ്പുറമായിട്ട് ഡോക്യുമെൻറ്റേഷൻ എല്ലാം എന്തുകൊണ്ടും അതായത് ഒരു 1 മന്ത് മുമ്പേ നമ്മളിതെല്ലാം റെഡിയാക്കി വെക്കുന്നതും സബ്മിറ്റ് ചെയ്യുന്നതുമായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ എന്തെങ്കിലും അവർക്ക് ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും നമ്മുടെ മെയിൽ വഴി പിന്നെ നമ്മുടെ കൂടെ വെരിഫൈ ചെയ്യുന്ന ലൈൻ മാനേജറിനെയും ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ NMC പിൻ റിവാലിഡേഷൻ്റെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.